الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ തഖ്വ കൊണ്ടുള്ള കൽപ്പനയോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞ ചില പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അതില് നമുക്ക് കാണാം, അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളണം, സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകണം നിങ്ങൾ ഉണ്ടാകേണ്ടത്. ഏത് വിഷയത്തിൽ അതിന് സത്യം പറയുന്നവരുടെ കൂടെ കൂടണമെങ്കിൽ സത്യമേതാണ് അസത്യമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണ്ടി. ഏത് വിഷയമെടുത്താലും അങ്ങനെ കൂടിക്കൊഴഞ്ഞിരിക്കുകയാണ്. ആ ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ആനുകാലികമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടിസ്ഥാനമാക്കിയല്ല, പൊതുവെ നോക്കിയാൽ എന്താണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? യുദ്ധ സാഹചര്യം, മിസൈലിനേക്കാളൊക്കെ വലിയ വേഗത നുണകൾക്കാണ്. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നുണകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നത് തന്നെ നുണയിൽ അധിഷ്ഠിതമായ ന്യായവാദങ്ങളിലൂടെയാണ്. അധിനിവേശം നടത്തുകയും അത് ചെറുത്തുനിൽപ്പാണ് എന്ന് നുണ പറയുകയും ചെയ്യുന്ന സാഹചര്യം, നുണയും സത്യവും കൂടിക്കലർന്ന ഒരു സാഹചര്യം, ഇതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരപരാധികളെ കൊന്നൊടുക്കുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വന്തം രാജ്യത്ത് ആളുകൾ തിരിഞ്ഞു നിന്ന് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ അവരോട് സത്യം പറയേണ്ടി വരുന്നു. ആ സത്യമാണ് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനായിരുന്നു യുദ്ധമെന്ന്, എന്തിനെ ഇത്രയേറെ പണം ചെലവാക്കുന്നത് എന്ന് ചോദിക്കുന്ന നാട്ടുകാരോട് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നാം ഉദ്ദേശിക്കുന്നത്, എണ്ണപ്പാടമാണ് എന്ന് പറയേണ്ടി വരുന്നു. നമുക്ക് പരിസര പ്രദേശത്തുള്ള തീവ്രവാദമൊന്നുമല്ല പ്രശ്നം. നമുക്ക് പ്രശ്നം ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ് എന്ന് സ്വകാര്യത്തിൽ തുറന്നു പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
സത്യവും അസത്യവും കൂടിക്കലർന്നിരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ കൂട്ടിക്കൊയക്കരുത്. സത്യം സത്യമായിട്ട് പറയാ, ബാത്തിൽ ബാത്തിലായിട്ട് പറയാ, കൂട്ടിക്കൊയക്കരുത്. വതഖ്തുമുൽ ഹഖ്ഖ, എന്നിട്ട് സത്യം മൂടി വെക്കരുത്. സത്യം വെളിച്ചത്ത് വരട്ടെ. വാന്തും താലമുൻ, നിങ്ങൾക്ക് അറിയാലോ എന്താണ് സത്യം എന്താണ് കളവ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ സത്യം മൂടി വെക്കരുതേ എന്ന് പറയുന്നു. പക്ഷേ പരാജയം മറച്ചു വെക്കണമെങ്കിൽ കളവ് പറയണം. ജനങ്ങളുടെ ആത്മവിശ്വാസം ചോരാതിരിക്കണമെങ്കിൽ കളവ് പറയണം. മരിച്ചവരെ സംബന്ധിച്ച് കാണാതായവരാണെന്ന് പറയണം. യുദ്ധവിമാനങ്ങൾ തകർന്നു പോകുമ്പോ അത് കേടുപറ്റിയതാണെന്ന് പറയണം. കറൻസിയുടെ മൂല്യമഴിഞ്ഞ് നാട് കുട്ടിച്ചോറാകുമ്പോ, ലോകം നശിക്കുമ്പോ അത് മൂടി വെക്കണം. സുരക്ഷിതരാണെന്ന ബോധമുണ്ടാക്കിയെടുക്കണം. അങ്ങനെ കളവിൽ കെട്ടിപ്പടുക്കുന്ന ഭൗതിക സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറുഭാഗത്ത് ആത്മീയതയും അതുപോലെ തന്നെ കളവിൽ കെട്ടിപ്പടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഗ്യതകളൊക്കെ സ്വയം പറയലാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്റെ യോഗ്യത ഞാൻ തന്നെ പറയാം. അള്ളാഹ് പറയുന്നു, വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, യുഅ്ജിബുക ഖൗലുഹു, അവരുടെ സംസാരം നിന്നെ ആശ്ചര്യപ്പെടുത്തി കളയും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹികമായ ജീവിതത്തിൽ, വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവൻ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ടിരിക്കും. വഹുവ അലദ്ദുൽ ഖിസാം, ഏറ്റവും വലിയ തർക്കക്കാരനായി നിനക്ക് അവനെ കാണാം. ഏറ്റവും വലിയ വഴക്കിടുന്നവനായി നിനക്ക് അവരെ കാണാൻ കഴിയും. ആർക്കും തോൽപ്പിച്ച് കളയാൻ കഴിയാത്ത വിധം ന്യായം പറഞ്ഞു മുന്നേറുകയാണ്. പക്ഷേ വൈദാത്ത വല്ല, പരിപാടിയൊക്കെ കഴിഞ്ഞാൽ, വിജയമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, വിചാരിച്ചതൊക്കെ സാധിച്ചാൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ് പിന്നെ അവര് നടക്കുക. തലമുറയെ നശിപ്പിക്കുക, സമ്പത്ത് നശിപ്പിക്കുക, ഇതൊക്കെയാ പരിപാടി. അള്ളാഹ് പറയാ, സമ്പത്തും നശിപ്പിക്കും, തലമുറയെ നശിപ്പിക്കും. പിന്നെ സ്വന്തം കാര്യമാണ്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം, ഇവിടെ എതിരാളികളെ മുഴുവനും വകവരുത്തണം. അങ്ങനെ അധികാരികളെല്ലാം കൊലയാളികളായി മാറുന്ന ഒരു ലോക സാഹചര്യത്തെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, സത്യം മനസ്സിലാകാത്തത് ഏത് സന്ദർഭത്തിലാണെന്ന് കൂടി നമ്മൾ അറിയണം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. ലോകം മുഴുവനും വിരൽത്തുമ്പിലാണ്. എല്ലാവർക്കും എവിടെ വെച്ച് എന്ത് നടന്നാലും മനസ്സിലാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതോ കാലഘട്ടത്തിൽ നടന്ന ഏതോ ഒരു ചരിത്രത്തെ സംബന്ധിച്ചല്ല. ഇനി അതല്ലെങ്കിൽ എപ്പോഴോ വരാനിരിക്കുന്ന ഏതോ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല. മറിച്ച് നമ്മുടെ ഇന്നുകളിൽ നടന്ന, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നടന്ന സംഗതികളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കുണ്ടെങ്കിൽ എത്രമാത്രം കളവും സത്യവും തമ്മിൽ കൂടി കുഴഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഖുർആനിന്റെ വില അറിയാം. ഇവരുടെ കയ്യിൽ തന്നെയാണ് പരലോകവും അതുപോലെ തന്നെ ആത്മീയതയും മൊത്തമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുക? ഇന്നിന്റെ സത്യം വരെ നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ മൂടി വെക്കാൻ കഴിവുള്ള സാമ്രാജ്യത്വമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ആത്മീയതയുടെ സത്യം മനസ്സിലാക്കാൻ, പരലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ ഖുർആനില്ലെങ്കിൽ നമുക്കെങ്ങനെ സാധിക്കുമായിരുന്നു? അപ്പോഴാണ് നമുക്ക് ഖുർആനിന്റെ മഹത്വം അറിയുക. അള്ളാഹ് പറയാ ഖുർആനിൽ, ലോകത്ത് ഒരുപാട് കളവുകൾ നടക്കും. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം കളവുകൾ നടക്കും. അവിടെയൊക്കെ സത്യം ഉണ്ടാവും. പക്ഷെ ഏറ്റവും വലിയ കളവ് ഏതാണെന്ന് അറിയോ? ഏറ്റവും വലിയ കളവ് ഏറ്റവും വലിയ ധിക്കാരി, അക്രമിയാരുണ്ട്. അള്ളാനെ പറ്റി കളവ് പറയാം. അള്ളാനെ പറ്റി കളവ് പറയാം. അതാ ഏറ്റവും വലിയ കളവ്. അള്ളാഹ് പറയുന്നത് എന്താ? അള്ളാനെ പറ്റി പറയുന്ന കളവ്, അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹ്ക്ക് ഇണയുണ്ട്, അള്ളാഹ്ക്ക് കൂട്ടുകാരനുണ്ട് എന്നൊക്കെ പറയാ. അള്ളാഹ് പറയാ, കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ തൊള്ളേന്ന് വരുന്ന വാക്കുണ്ടല്ലോ, അതിന്റെ വലിപ്പങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
ഇതെല്ലാം ഉണ്ടാക്കി വെച്ച സൃഷ്ടിച്ചു വെച്ച റബ്ബിനെ പറ്റി കളവ് പറയാം. എന്തിനാണ് റബ്ബിനെ പറ്റി ജൂതന്മാരും ക്രിസ്ത്യാനികളും കളവ് പറയുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? അള്ളാഹുവിനെ സംബന്ധിച്ച് സത്യം പറയുന്ന ഖുർആനുണ്ട് ഇവിടെ. ആ ഖുർആനിലുള്ള സത്യം ആളുകൾ മനസ്സിലാക്കരുത്, കളവ് പ്രചരിപ്പിക്കണം. അങ്ങനെ കളവ് പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ ഭൗതിക സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇത് രണ്ടും കൂട്ടിക്കുഴക്കുന്നത് അതിനു വേണ്ടിയാണ്. ഒരു ഭാഗത്ത് നുബുവത്ത്വാദികളായ ആളുകൾ അള്ളാന്റെ പേരിൽ പറയുന്ന മറ്റൊരു കളവാണത്. അള്ളാഹ് നുബുവത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് പറയാ കൊടുത്തു എന്ന്. കള്ളനബിമാര് അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കുക. എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. വലം യൂഹ ഇലൈഹി ശൈഉൻ, ഒരു വഹ്യും കിട്ടിയിട്ടില്ല എന്നിട്ട് കിട്ടി എന്ന് പറയുക. അള്ളാഹു തആല ഇറക്കിയ വേദഗ്രന്ഥങ്ങളെ മാറ്റിക്കളയുക. അള്ളാന്റെ പേരിൽ കളവുണ്ടാക്കലാണത്. തൗറാത്ത് മാറ്റി, ഇഞ്ചീല് മാറ്റി, എന്നിട്ട് പറയാ മാറ്റിയത് അള്ളാഹ് പറഞ്ഞതാണെന്ന്. അള്ളാഹ് പറഞ്ഞു ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ, ഒരു കൂട്ടം ആളുകളുണ്ട് ഒരു കിതാബ് എഴുതി ഉണ്ടാക്കും, എന്നിട്ട് ബി ഐദീഹിം, അവരുടെ കരങ്ങൾ കൊണ്ട്, സുമ്മ യഖൂലൂന, എന്നിട്ട് അവര് പറയും ഹാദാ മിൻ ഇൻദില്ലാ, ഇതൊക്കെ അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ കളവ്. ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, ഈ ഐഹികമായ ചുരുങ്ങിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവരെങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ദീനിന്റെ വിധിവിലക്കുകളിൽ ഫത്വ കൊടുക്കുക, ഒരു വിവരമില്ലാതെ അള്ളാഹ് പറഞ്ഞതാണ് എന്ന രൂപത്തിൽ ദീന് പ്രചരിപ്പിക്കുക. ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറയുക, ഇന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പറയുക, ഇന്ന കാര്യം അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പറയുക. തെളിവെന്ത്? ഒരു തെളിവുമില്ല. അത് സംഘടന അങ്ങനെ പറയുന്നു, അങ്ങനെ അങ്ങ് പറയാം. തന്റെ പ്രസ്ഥാനം അങ്ങനെ പറയുന്നു, അങ്ങനെ അങ്ങ് പറയാം. തന്റെ സമൂഹം അങ്ങനെ ആവശ്യപ്പെടുന്നു, അങ്ങനെ അങ്ങ് പറയാം. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ഇതൊന്നും നോട്ടല്ല. ഈ രൂപത്തിൽ അള്ളാഹിനെ പറ്റി കളവ് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതത്തിന്റെ ഉള്ളിൽ തന്നെ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന വേറൊരു വിഭാഗം. രണ്ടാമത്തെ കളവ് അതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ, എന്നെ പറ്റി കളവ് പറയുന്നത് മറ്റാരെ പറ്റി കളവ് പറയുന്നത് പോലെയുമല്ല. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ, മനഃപൂർവ്വം എന്നെ പറ്റി കളവ് പറഞ്ഞവൻ നരകത്തിൽ ഒരു സീറ്റ് അവൻ ഉറപ്പായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇത്തരം കളവുകളൊന്നും ആളുകൾക്ക് വിഷയമല്ല. അള്ളാഹിനെ പറ്റി കളവ് പറയുന്നതും റസൂലിനെ പറ്റി കളവ് പറയുന്നതും ആളുകൾക്ക് വിഷയമല്ല. കാരണം അതിന്റെയൊക്കെ പ്രതിഫലനം ആഖിറത്തിലെത്തിയതല്ലേ കാണാൻ പറ്റുള്ളൂ. അതെപ്പോഴാണ്? അത് പറഞ്ഞവർക്കല്ലേ അതിന്റെ ഉപദ്രവമുള്ളൂ എന്ന രൂപത്തിൽ അങ്ങ് തള്ളിക്കളയാം. കളവ് കൊണ്ട് ഭൗതിക സാഹചര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോ, യുദ്ധ സാഹചര്യങ്ങളിലും മറ്റും കളവ് പ്രചരിപ്പിക്കുമ്പോ അത് വലിയൊരു വിഷയമായിട്ട് മാറണം. ഇതാണ് പരലോക വിശ്വാസവും ഭൗതിക ജീവിത അനുഭവവും തമ്മിലുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ കളവ് അള്ളാഹിനെ പറ്റി പറയുന്ന, റസൂലിനെ പറ്റി പറയുന്ന കളവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം, ഈമാൻ, അത് സത്യവും അമാനത്തും വിശ്വസ്തതയുമാണ്. നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമില്ലാത്തതിന്റെ പ്രതിഫലനമാണ് കളവും വഞ്ചനയും. എവിടെയൊക്കെ വഞ്ചനയും ചതിയുമുണ്ടോ അവിടെയൊക്കെ കുഫറും ശിർക്കും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. ചെറിയ മക്കളെ വരെ സത്യം പറഞ്ഞ് ശീലിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെയാണ് പഠിപ്പിച്ചത്. ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു ആമിർ, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ മാതാവ് അബ്ദുല്ലാഹി ഇബ്നു ആമിറിനെ വിളിക്കുകയാണ്. അബ്ദുള്ള തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബ്ദുള്ള കളിക്കാൻ പോയിരുന്നു, ചെറിയ കുട്ടിയാണ്. അള്ളാന്റെ റസൂലുണ്ട് അബ്ദുള്ളാന്റെ വീട്ടിൽ, എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്. ആ സമയത്ത് അബ്ദുള്ള എന്ന കുട്ടി കളിക്കാൻ പോയപ്പോ ഉമ്മ വിളിച്ചതാണ്. സാധാരണ ഉമ്മമാര് വിളിക്കാറില്ലേ, മോനെ ഇവിടെ വാ, ഞാൻ എനിക്കൊരു സാധനം തരാം. അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ല ആ കുട്ടി വന്നാല് നിങ്ങൾ എന്ത് കൊടുക്കാനാ തീരുമാനിച്ചത്? ആ ഉമ്മ പറഞ്ഞു, ഞാനൊരു കാരക്ക കൊടുക്കാനാ തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വരാൻ വേണ്ടിയിട്ട് അടവ് പറഞ്ഞതാണെങ്കിൽ, നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രേഖയിൽ ഒരു കളവ് എഴുതപ്പെടുന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ
ചെറുപ്പത്തിൽ തന്നെ സത്യം ശീലിപ്പിക്കുക. റസൂലുള്ളാഹി അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടത്, സത്യസന്ധൻ എന്ന് വിളിക്കപ്പെട്ടത്, ജാഹിലിയ സമൂഹത്തിന് പരിചയമില്ലാത്ത അവർക്ക് അത്ഭുതമായി തോന്നിയ സത്യസന്ധത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളമായി മാറിയത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നെടുന്തൂണായത് കൊണ്ട് തന്നെയാണ്. ലോകം നന്നാക്കാൻ നമുക്ക് കഴിയില്ല, എല്ലാവരെ കൊണ്ടും സത്യം പറയിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കൊന്ന് കഴിയും, സത്യം പറയാൻ കഴിയും. സത്യമേ പറയാവൂ, സത്യമേ ഷെയർ ചെയ്യാവൂ. കാരണം അത്തരം ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിലാകണം, എങ്കിലേ നിങ്ങളുടെ തഖ്വ പൂർണ്ണമാകൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അല്ലാഹു ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞത് അതിനു വേണ്ടിയാണ്. ഇന്ന് വ്യക്തി ജീവിതം എടുത്തു നോക്ക്, കളവല്ലേ? കുടുംബ ജീവിതത്തിലെ കളവല്ലേ? തനിമ, തന്റെ തനിമ അത് മറച്ചു വെക്കണം, യാഥാർത്ഥ്യം മറച്ചു വെക്കണം. അതിനെന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രങ്ങൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് മനോഹരമാക്കുന്നത്. നേരിൽ കാണുന്ന സമയത്താണ് കാര്യം മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പരിചയപ്പെട്ട ഒരുപാട് ആളുകൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു, ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ താൻ സന്തോഷവാനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എത്ര വേദനകളാണ് മനുഷ്യർ മറച്ചു വെക്കുന്നത്. വ്യക്തി ജീവിതത്തിലെ കളവുകളല്ലേ ഇതൊക്കെ? തുറന്നു പറയാൻ മടിയാണ്, ഒരു പ്രയാസവും ഇല്ലാത്തവനായി അഭിനയിക്കുകയാണ്. ഇന്ന് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മധുരമുണ്ടോ? ഏത് ബന്ധത്തിനാണ് മധുരമുള്ളത്? നല്ല ആത്മാർത്ഥമായ ബന്ധം, മുഖം മൂടി അണിഞ്ഞ ബന്ധങ്ങളല്ലേ ഇന്ന് എല്ലാ ബന്ധങ്ങളും? സത്യസന്ധതയില്ലാത്ത ബന്ധങ്ങളല്ലേ ബന്ധങ്ങൾ അത്രയും? നമ്മൾ ആലോചിച്ച് നോക്കുക, ആത്മാർത്ഥമായ ബന്ധം എവിടെയാണ്? സ്വാർത്ഥത നിറഞ്ഞ ബന്ധങ്ങളല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അഭിനയ ബന്ധങ്ങളല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? ആളുകൾ ഇങ്ങനെ അഭിനയിക്കുക. കുടുംബ ജീവിതത്തിലൊക്കെ എന്തെല്ലാം ഒളിച്ചു കളികളാണ്. സാമ്പത്തികമായി ഒക്കെ കളവാണ്. യാഥാർത്ഥ്യമില്ലാതെ മധുരമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ദീന്, ആ ദീനിന്റെ ഏറ്റവും വലിയ ഘടകം സത്യമാണ്. സത്യം നാവ് കൊണ്ട് പറയുക, അതുവഴി സ്വർഗത്തിലേക്ക് പോവുക. അതേ നാവ് കൊണ്ട് തന്നെ കളവ് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോവുക. നാവ് കൊണ്ട് എത്ര ആളുകളാണ് നരകത്തിൽ കൂപ്പുകുത്തുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സംഘടനാ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, ഇതെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന വലിയ ഒരാശയമാണ്. അതുകൊണ്ട് തീരുമാനിക്കണം, നമ്മൾ സത്യമേ പറയൂ, ആരോടും സത്യമേ പറയൂ. അവിശ്വാസത്തിന്റെ വിള്ളലുകൾ വീഴാത്ത കുടുംബമായി നമ്മൾ മാറണമെങ്കിൽ സത്യം മാത്രമാകണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? വാണിജ്യ മേഖലയുടെ അവസ്ഥ എന്താ? കളവുകൾ കൊണ്ടല്ലേ എല്ലാം കെട്ടിപ്പടുക്കുന്നത്. പരസ്യങ്ങളിൽ എന്താ നമ്മൾ കാണുന്നത്? വഞ്ചിക്കപ്പെടുകയല്ലേ? കളവുകളല്ലേ? ഓഫറുകൾ പോലും കളവുകളല്ലേ? കളവിൽ കെട്ടിപ്പടുത്ത ഒരു ജീവിത സാഹചര്യം, ആ ലോക സാഹചര്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകണം. നിങ്ങൾ സത്യം പറയണം, ഏത് മേഖലയിലും സത്യമാകണം. ആത്മീയതയുടെ കാര്യം പറഞ്ഞാൽ സ്വർഗം പറയുന്നത് വരെ ആളുകളെ ചൂഷണം ചെയ്യാൻ, നരകത്തിന്റെ വർത്തമാനം പറയുന്നത് യഥാർത്ഥ വിശ്വാസമുള്ളത് കൊണ്ടല്ല, ആളുകളെ ചൂഷണം ചെയ്യാൻ, ആൾ ദൈവങ്ങളായി മാറുന്നത് ആളുകളെ ചൂഷണം ചെയ്യാൻ, ആ രൂപത്തിൽ മതരംഗം വരെ ആത്മാർത്ഥതയില്ലാതെ അതപ്പതിച്ച കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്ത്, കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പുലർത്തുന്നവരുടെ കൂടെയാകണം. ഒരു ഭാഗത്ത് വ്യാജ ചികിത്സകൾ, കളവല്ലേ? ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന കളവുകളല്ലേ? ഈ രൂപത്തിലുള്ള നിരവധി കളവുകൾക്കിടയിലൂടെ നാം അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിലയിരുത്തേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും എല്ലാം കളവുകളിലൂടെയാണ് മുന്നോട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഘടിതമായി കളവ് പറയുന്ന സംവിധാനങ്ങളായി അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തിഹാസയുടെ വിഷയമെടുത്താൽ നമുക്കറിയാം, ഇസ്തിഹാസയെ അനുകൂലിക്കുന്ന സംഘടനകൾക്ക് പറയാനുള്ളത് എന്താ? പച്ചക്കളവല്ലേ? ഇമാമുമാരെ അവർ അവതരിപ്പിക്കുന്നത് എങ്ങനെയാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്തിഹാസ ചെയ്തു പോലും, അതിനെ അനുകൂലിച്ചു പോലും
സമൂഹത്തിന്റെ ഇടയിൽ പരസ്യമായിട്ട് പറയല്ലേ, നമ്മൾ കേൾക്കുകയല്ലേ. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വല്ല പ്രയാസം ഉണ്ടായാൽ അദ്ദേഹം അല്ലാഹ് എന്റെ പ്രയാസം തീർത്തു തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മുഹമ്മദ് റസൂലേ എന്ന് വിളിച്ച റസൂലിനോട് പ്രാർത്ഥിച്ചതുപോലെയല്ലേ അവർ വിഷയം പറയുന്നത്? സത്യാണോ? ഇമാം ഷാഫി അങ്ങനെയാണോ? പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെയാണോ? അവരൊക്കെ അവരുടെ മനസ്സ് പൊട്ടി വിളിച്ചത് അള്ളാനെയല്ലേ? അതല്ലേ പരമയാഥാർത്ഥ്യം. ഈ സത്യം എന്തുകൊണ്ട് ജനങ്ങളോട് പറയുന്നില്ല? ഖുർആനിൽ എവിടെയെങ്കിലും ഒരു ആയത്തെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനുണ്ടോ? എന്തുകൊണ്ട് ഈ പുരോഹിത വർഗം ജനങ്ങളുടെ മുഖത്ത് നോക്കി ആ സത്യം വിളിച്ചു പറയുന്നില്ല? കൂട്ടിക്കൊഴഞ്ഞിരിക്കുകയാണ്. അള്ളാഹ് പറയുന്നു, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അതാണ് തഖ്വയുടെ മാർഗം. അതാണ് തഖ്വയുടെ മാർഗം. സത്യമാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സത്യമാണ് ഖുർആനിലുള്ളത്, സത്യമാണ് ഏകദൈവാരാധന. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിന്റെ ഭാഗത്താകണമെന്ന അല്ലാഹുവിന്റെ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി പാലിക്കാൻ തയ്യാറാവുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ പറഞ്ഞുകൊണ്ട് നിരവധി ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരുവന്റെ നിയന്ത്രണത്തിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് പോകൂല, ഈ ദുനിയാവ് തീരൂല, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഹത്താ യമുറ റജുലു അലൽ ഖബർ, ഒരു മനുഷ്യൻ ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോകും. എന്നിട്ട് ഫയതമറഗു അലൈഹി, ആ ഖബറിന്മേൽ കിടന്നിങ്ങനെ ഉരുളും. വയഖൂൽ, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി കുന്തു മകാന സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിലുള്ളവന്റെ സ്ഥാനത്ത് ഞാനാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എനിക്ക് ഈ ഭൂമുഖത്തുള്ള ജീവിതം മടുത്തിരിക്കുന്നു, എനിക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകണം, മരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ആ മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ അറ്റം പറഞ്ഞതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും, അത്രയും വഷളാകും ഈ ഐഹിക ജീവിതം. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വലൈസ ബിഹിദ്ദീൻ, വലിയ ദീനുള്ള ആളായത് കൊണ്ടൊന്നും പറയുന്നതല്ല, എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയിട്ട് അള്ളാന്റെ അടുത്ത് പോകാനെങ്കിൽ സ്വർഗത്തിലെത്തിക്കളയാനുള്ള പൂതി കൊണ്ട് ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഇല്ലൽ ബലാ, അവന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണുള്ളത്, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്, ജീർണതയാണുള്ളത്. ആ ജീർണതയുടെ സാക്ഷ്യമായിട്ട് ആളുകൾ ജീവിക്കേണ്ടി വരുന്ന കാലം അത് വരും. അവഗണിക്കപ്പെടും, ആളുകൾ അവഗണിക്കപ്പെടും. സ്നേഹമുണ്ടാകും, പക്ഷെ അത് പ്രകടനാത്മകമാകും. ആധാരൊക്കെ സ്വന്തം പേരിലാക്കി എഴുതിക്കൊണ്ടാച്ച ആൾക്കാരുണ്ടാവും, ബാക്കിയുള്ള മക്കളെയൊക്കെ വഞ്ചിച്ചിട്ട്. എന്നിട്ടോ ജീവിക്കുന്ന സമയത്ത് നല്ല ചിരിയാണ്, പാരിതോഷികങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഉപ്പ മരിച്ചോക്കണം, ഉമ്മ മരിച്ചോക്കണം, സംഗതി അറിയണമെങ്കിൽ ഇത് സ്വന്തം പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹപ്രകടനം അത് സ്നേഹമല്ല, അത് സ്നേഹമല്ല, വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു. അപ്പൊ തോന്നിപ്പോകും മരിച്ചു പോയെങ്കിലും നന്നായിരുന്നേനെ എന്ന്. വലിയ മാളികകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അവിടെ വയസ്സായ ഉപ്പയും ഉമ്മയും അവരെവിടെയെങ്കിലുമൊക്കെ തുപ്പും, എവിടെയെങ്കിലുമൊക്കെ വൃത്തികാടികളൊക്കെ ആക്കും.
അങ്ങനെയുള്ള സമയത്ത് ശകാരിക്കുന്ന മക്കളെ കാണുമ്പോ ആ ഉമ്മാക്കും ഉമ്മാക്കും തോന്നിപ്പോകും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് എന്തുമാത്രം അർത്ഥവത്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. വഞ്ചനയുടെ ലോകത്ത്, ചതിയുടെ ലോകത്ത്, സത്യമില്ലാത്ത ലോകത്ത്, കളവ് പ്രചരിക്കുന്ന ലോകത്ത്, ആ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദുഃഖവള്ളിയാണ് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്. അവർ ദുഃഖവള്ളിയോടനുബന്ധിച്ച് നടത്തുന്ന സുവിശേഷ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താ? അവർക്ക് പറയാനുള്ളത് എന്താ? സ്നേഹമാണ് പറയാനുള്ളത്. അവർക്ക് പറയാനുള്ളതും ഓർമ്മിക്കാനുള്ളതും കുരിശ് മരണത്തെ സംബന്ധിച്ച, പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ച പറയാനുള്ളത്. പക്ഷേ ആ മതത്തിന്റെ പേരിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന രാഷ്ട്രം, മതരാഷ്ട്രം, ആ മതരാഷ്ട്രത്തിന്റെ നേതാവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പാതിരിമാര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തോൽക്കൂല, കൊന്നൊടുക്കണം ഈ സമൂഹത്തെ എന്ന്. ഇവിടെയാണ് കളവും ചതിയും സത്യവും അസത്യവും കൂടിക്കുഴയുന്നത് നമ്മൾ കാണുന്നത്. ലവ് ജിഹാദ് കളവായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇന്നിതാ ഭൂരിപക്ഷ രാഷ്ട്രീയക്കാര് ഫുൾ ടൗസർ രാഷ്ട്രീയം നടപ്പാക്കിയതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സുവിശേഷ പ്രസംഗത്തില്. അങ്ങനെ സത്യം പറയേണ്ടി വരുന്ന രംഗം, ആകെ കൂടിക്കുഴഞ്ഞ രംഗം. ഈ രംഗത്താണ് നിങ്ങളെപ്പോഴും സത്യമേ പറയാവൂ എന്ന് ഖുർആൻ നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യസന്ധരായി ജീവിക്കാൻ, സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കാൻ, അത് പ്രചരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ സത്യമാണ് നമ്മൾ വിശ്വസിച്ചത്, അതാണ് തൗഹീദ്. ഏറ്റവും വലിയ സത്യമാണ് തൗഹീദ്. ആ സത്യം അനുസരിച്ച് ജീവിക്കാനുള്ള പരമസത്യമാണ് സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ രണ്ട് സത്യങ്ങളും നിങ്ങളിൽ തേച്ചു പോകുന്നുവെന്ന് അവസാനമായി പറഞ്ഞിട്ട് നമ്മുടെ റസൂൽ വിടവാങ്ങിയത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ആ സത്യത്തെ മുറുകെ പിടിക്കുകയും പരമസത്യത്തിലൂടെ ജീവിച്ച് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനും നമ്മൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, പ്രവർത്തനങ്ങളിലും വിചാരങ്ങളിലും വാക്കുകളിലും സത്യം പുലർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സത്യസന്ധന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആരോഗ്യം ഭംഗിയാക്കി തരണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദഅവാ പ്രവർത്തനത്തിന് സജീവമായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.